ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാറും റൗണ്ടും മൂണൊക്കെ ഇതുപോലെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബേക്കിംഗ് പേപ്പറാണ് കേട്ടോ. ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പേപ്പറാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹാക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗണ്ണിൻ്റെ ആണ്. അപ്പോൾ ഗ്ലൂ ഗൺ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, പിന്നെ ബേക്കിംഗ് പേപ്പറാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു പിന്നെ മുണ്ടൊക്കെ മുകളിലായിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ അതിന് മുകളിൽ കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഫുൾ അത് ഡ്രൈ ആവും കേട്ടോ. ഡ്രൈ ആവാതെ നമ്മളത് റിമൂവ് ചെയ്യാൻ നോക്കരുത്. അത് ഫുള്ളായി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കതിന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വലിഞ്ഞെങ്ങാനും ഒന്നായിട്ടത് ഇതായിപ്പോവും കേട്ടോ. നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പം അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം അതിൽ നിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഐഡിയ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ഇത് ഗ്ലൂ ഗൺ ആണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ബുക്ക് സ്റ്റോളിലൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ അവൈലബിൾ ആണ്. ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് ചെറിയ ഒരുപാട് വലുതൊന്നും വേണ്ടല്ലോ, ചെറുത് മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അതുപോലെ ഒരു ത്രെഡ് എടുക്കുന്നുണ്ട്. ആ ത്രെഡ് ഇതുപോലെ സെയിം ബട്ടർ പേപ്പറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റാറും മൂണും ഒക്കെ അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പറിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതാ വലിയൊരു ത്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അതിനിതാ നമ്മുടെ ഒരു ഡിസൈന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് കളർ പേപ്പേഴ്സാണ്. അത് ഞാനൊരു 15-18 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അത് ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യണം എന്നില്ല. അതിൽ കൂടെ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യുക, വലുതാക്കിയിട്ടും കട്ട് ചെയ്യുക, ആസ് പെർ യുവർ ചോയ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഫസ്റ്റ് ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സെയിം സൈസിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്തെടുത്താൽ മതി. നമ്മളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ പേപ്പറിൻ്റെ മുകളിലും ഞാൻ ജസ്റ്റ് ഈദ് മുബാറക്കിൻ്റെ ലെറ്റേഴ്സ് പെൻസിൽ കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലിറ്റേഴ്സ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇതിലുള്ള ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ വരച്ചതിന് ശേഷം ഗ്ലിറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. എല്ലാ ലെറ്റേഴ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈമൊന്നുമില്ല, കുറച്ച് ടൈം കൊണ്ട് തന്നെ അത് ഡ്രൈ ആവും.
അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഇതിൽ എക്സസ് ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അറിയാലോ ഈ ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നൂല് പോലൊക്കെ ഉണ്ടാവും, അതൊക്കെ അത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിതിപ്പോൾ ഒരു ബാനറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഫൈനലി നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വാളിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈദ് ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ ഒന്നുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഗ്ലൂ ഗണ്ണാണ് പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പം മിക്ക ബുക്ക് സ്റ്റോളിലൊക്കെ തന്നെ നമുക്കത് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.